ശലോ സ്തോത്രം ദൈവത്തിന്റെ നാം മടുമാറാകട്ടെ. ഈ സമയം പറഞ്ഞോ. परमेश्वर का दी पवित्र नाम इस समय हालेलुया आनंद मनाने पाए. എനിക്കും സ്കൂൾ മാധ്യമത്തിലൂടെ ആരാധനയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനും കുടുംബത്തിനും ദൈവജനത്തോടും ചേർന്ന് അല്പസമയം വചനശുശ്രൂഷമായിട്ട് നിങ്ങളുടെ നടുവിലായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. मुझे भी आपके साथ ये जूम मीटिंग में हालेलुया होने के लिए परमेश्वर ने मुझे अवसर दिया. मैं प्रभु को धन्यवाद करता हूँ. കഴിഞ്ഞ 35 വർഷമായിട്ട് കർത്താവിന്റെ വേലയിൽ നിലനിൽപ്പാൻ ദൈവമേ കർത്താവ് സഹായിച്ചു. पिछला 35 साल से परमेश्वर की सेवकाई में बने रहने के लिए सर्वशक्तिमान परमेश्वर ने मेरे जीवन में अवसर दिया. കർത്താവിന്റെ ദാസൻ ജോസ് പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ 1997 ഡൽഹിയിലെത്തി. അവിടെ വെച്ച് കർത്താവിന്റെ ദാസനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവമായ കർത്താവിന്റെ സമയം ഒരുക്കുവാൻ ഇടയായി തീർന്നതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. 1998 में दिल्ली में एक मीटिंग के लिए मैं आया. वहां प्रभु का दास को परमेश्वर की ओर मुड़ने के लिए मुझे भी अवसर दिया. ഈ നാളുകളിലും ദൈവമായ കർത്താവ് അനേകരെ രക്ഷയിലേക്ക് നയിപ്പാൻ മുഖാന്തരം ഒരുക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. प्रभु को दास को बहुत सारे लोगों को प्रभु की ओर लाने के लिए प्रभु इस्तेमाल कर रहा है. मैं परमेश्वर को धन्यवाद करता हूँ. ഇപ്പോഴത്തെ ഈ പ്രത്യേക കോവിഡിന്റെ പശ്ചാത്തലത്തില് പരസ്യമായിട്ടൊന്നും കാര്യമായിട്ട് ഞാൻ കഴിയുന്നില്ലെങ്കിലും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഇരുന്നുകൊണ്ട് അനേകരോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതും ഫലം കാണുവാൻ ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. अलग अलग माध्यम के द्वारा अलग अलग एप्लीकेशन के द्वारा प्रभु की वचनों को ये कोविड लॉकडाउन के समय पर वचन ध्यान और प्रार्थना में बने रहकर बहुत सारे लोगों को प्रभु की वचन सुनाने के लिए प्रभु मुझे अवसर दे रहा है. मैं परमेश्वर को धन्यवाद करता हूँ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവവചന കേൾവിക്കായി ഒരുങ്ങി പ്രാർത്ഥനയായിരിക്കുന്ന ദൈവജനത്തെ ഓരോ സ്തുതിക്കുകയും ക്രിസ്തു യേശുവിനുള്ള സ്നേഹവന്നത്തെ എല്ലാവർക്കും അറിയിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. हालेलुया. आज परमेश्वर का वचन सुनने के लिए तैयारी के साथ आया हुआ हर एक प्रभु का दास लोगों को हालेलुया बच्चों को मैं प्रभु यीशु मसीह के नाम में मैं प्रभु को धन्यवाद करता हूँ. आपको सबको वंदन एक बार और देता हूँ. ഇന്ന് ഈ രാത്രി സമയം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ മധ്യേ അത്ഭുതം പ്രവർത്തിക്കുവാനിടയാകട്ടെ. आज सायं संध्या में प्रभु की पवित्र आत्मा हम लोग जहां भी है वहां हमारे बीच में चमत्कारी का और चिन्ह का काम करने पाए. തുറന്നുള്ള സമയത്തെ വചന ശുശ്രൂഷയ്ക്കായി 1 തീമോഥെയോസ് 1:15 हम एक वचन पढ़ेंगे. पहला तीमुथियुस हालेलुया വാക്യം എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഹലോ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. സകലത്തിന്റെ എല്ലാവർക്കും കാണുന്നതിനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഒരുക്കപ്പെട്ട ഈ മധ്യ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ഇവിടങ്ങളായിട്ട് ഞങ്ങളെ ഏകീകരണത്തിലേക്ക് നയിക്കുകയും യേശുക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യം ജനം രുചിച്ചറിയുവാൻ ഇടയത്തീരുമാതിന്റെ വചനത്തിന്റെയും പരിസ്ഥലത്തിന്റെയും ശക്തി അവിടുന്ന് ജനത്തിനാണെങ്കിൽ വെളിപ്പെടുത്തുകയും ചെയ്യുമാറാകണം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സംസാരിക്കുന്ന അടിയൊന്നുമില്ല. ദൈവത്തെ പ്രകാരം അവരുടെ ദൈവത്തിനാളുകളെ പങ്കിടുവാൻ ഇളവിനെ താറ്റിക്കാസനെ കൊടുത്തതിനായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവജനത്തിനായി സ്തോത്രം. ദൈവത്തിന് നല്ല ആത്മാവ് പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം. 1 തീമുഥെയോസ് 1:15. पहला तीमुथियुस 1:15 एक बार हम पढ़ेंगे. हालेलुया. यह बात सच है और एक हर प्रकार से मानने के लिए योग्य है कि मसीह यीशु पापियों को उद्धार करने के लिए जगत में आया, जिनमें सबसे बड़ा मैं हूं. Praise the Lord. പൗലോസ് തന്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തീമുഥെയോസിന് ലേഖനം എഴുതി ആമേൻ ദൈവിക ഉപദേശം കൊണ്ട് സത്യത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കാൻ എങ്ങനെയെന്നുള്ള വിഷയം ബോധ്യപ്പെടുത്തുമ്പോ നൽകുന്ന
വചനത്തിലൂടെയുള്ള ബുദ്ധിപദേശം ഇന്ന് രാത്രികാലം അല്പമായി ഷെയർ ചെയ്യുവാൻ ദൈവം അവസരം ഒരുക്കുന്നതോട് ദൈവത്തിന് സ്തോത്രം. हालेलुया। प्रेरित पौलुस अपने विश्वास के द्वारा हालेलुया प्रभु के वचन के द्वारा जन्म दिलाया। प्रिय तीमुथियुस के द्वारा अपने विश्वास का नींव लगाने के लिए, विश्वास में उसको पक्का कराने के लिए हालेलुया उनको हालेलुया देने वाला जो हमने अभी पढ़ा है। സ്തോത്രം. അപ്പോ ദൈവിക രക്ഷയ്ക്ക് അവകാശികളാകുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കള് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ വ്യക്തമായി പൗലോസ് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. प्रेरित पौलुस के द्वारा हमको होश दिला रहा है कि प्रभु यीशु मसीह के लहू के द्वारा उद्धार पाया हुआ हालेलुया प्रभु का लोग हमेशा याद रखने वाला एक वचन है। രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു നാൾ ഞാനും ഒരു പാപിയായിരുന്നു. സ്തോത്രം. हालेलुया उद्धार पाया हुआ हर एक व्यक्ति हमेशा याद रखने वाला एक बहुत बड़ी चीज है, एक बहुत बड़ी भेद है। पाप में था പൗലോസ് പറയുന്ന ആ പാപികളിൽ താൻ ഒന്നാമനായിരുന്നു. प्रेरित पौलुस यहाँ कहता है उस पापियों में पहला स्थान में मैं हूँ। എന്നാൽ ഒരു കാര്യം, എത്ര വലിയ കഠിന പാപിയായാലും ശരി, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു. हालेलुया कितने भी खतरनाक पापी हो, उस व्यक्ति को बचाने के लिए प्रभु यीशु मसीह ये धरती पर आया जरूर। ലോകത്തിൽ പറയാത്ത ദൈവത്തിന്റെ വചനം വ്യക്തമായി സംശയമില്ലാതെ ഉറപ്പാക്കി നൽകുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, അത് പാപികളെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. कभी झूठ न बोलने वाला परमेश्वर का पवित्र वचन हमको स्पष्ट रूप से कहता है प्रभु यीशु मसीह हालेलुया धरती पर आया, वो हालेलुया से छुटकारा देने के लिए आया है। പാപം എന്താണെന്നും പാപം ലോകത്തിൽ എങ്ങനെ വന്നു എന്നും അത് നിമിത്തം ഓരോ തലമുറകളിലും മനുഷ്യവർഗം എല്ലാം പാപത്തിൽ ആയിത്തീരുവാനും ഇടയെ തീർന്നു എന്നുള്ള ദൈവവചനത്തിന്റെ സത്യം നാം അറിവുള്ളവരാണെന്ന് ഞാൻ കരുതുന്നു. हालेलुया हम सब जानते हैं आदम के द्वारा हालेलुया पहला मनुष्य के द्वारा पापी धरती पर आया, उनके पीढ़ी उन्हीं के द्वारा हर पीढ़ियों में पाप ഓരോ ദൈവമക്കളും ദൈവത്തെ ആരാധിപ്പാൻ ചേർന്ന് വരുമ്പോൾ ഒരു കാര്യം വ്യക്തമായി ഓർക്കുക, ഞാൻ ഒരു നാൾ പാപിയായിരുന്നു. हर एक व्यक्ति हमेशा याद रखने वाली बात है, अपने जीवन में प्रभु को इतना धन्यवाद करना चाहिए उसके बाद पे मैं भी एक समय पाप में पड़े हुए व्यक्ति थे, എന്നാൽ ആ പാപം എന്നെ വിടുവിച്ചു. लेकिन प्रभु यीशु मसीह उस पाप से मुझे छुटकारा दिया है। അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ നമ്മുടെ കൂടിവരവുകളില് ദൈവത്തിനും ദൈവത്തിനായ യേശു ക്രിസ്തുവിനും ആമെ മഹത്വം കരയേറ്റിക്കൊണ്ട് നമുക്ക് നാം ആരാധനയുടെ ചിന്തയിലൂടെ നമ്മളെ ആ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിപ്പാൻ ഇടയായിത്തീരണം. इसलिए हमारी हर एक संगति में हम लोग जब भी मौका मिलता है वो पूर्ण हालेलुया याद करते हुए प्रभु को धन्यवाद करना चाहिए। प्रभु जी तूने उस महापाप से, बड़ा अंधकार की अवस्था से मुझे तुमने छुड़ाया करके प्रभु को धन्यवाद करना चाहिए। സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് തനിക്ക് ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത മറിയ എന്ന സ്ത്രീക്ക്, ഭക്തയായ സ്ത്രീക്ക് ദൈവത്തിന്റെ ദൂതൻ വൃക്ഷത്തിന് പ്രതിദേശനായി സംസാരിക്കുമ്പോൾ വ്യക്തമായി പറയുന്ന ഒരു വാക്യമുണ്ട്, അവൻ തന്റെ ജനത്തെ അവന്റെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം. സ്തോത്രം. ജോസഫിനോടും ദൈവത്തിന്റെ ദൂതൻ അത് തന്നെ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. हालेलुया हम प्रभु की वजह से स्पष्ट रूप से पढ़ते हैं, जब कुमारी मरियम के सामने स्वर्गदूत प्रकट हुआ तो उन्होंने बोला वो मानव कुल को पाप से वो छुटकारा देने के लिए धरती पर आया, इसलिए उनको प्रभु यीशु मसीह करके नाम रखना करके उनको बोलता है। वो इसी जैसा यूसुफ को भी वो बताता है। സ്തോത്രം.
മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ അത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. मत्ती सुसमाचार 1:21 में वो स्पष्ट रूप से हम पढ़ सकता है. അത് ഇങ്ങനെ വായിക്കുന്നല്ലോ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. हालेलुया. उसमें लिखा है क्योंकि वो अपने लोगों को उनके पापों से उद्धार करेगा. യോസഫിനോട് ദൈവത്തിന്റെ ദൂതൻ വ്യക്തമായി ഇടപെടുന്ന ഭാഗം. यूसुफ के साथ प्रभु का दूत ये बात बताता है. അപ്പോ സ്തോത്രം, യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. हालेलुया. यीशु करके जो शब्द पद का जो अर्थ यही है, पाप से छुटकारा देने वाला. ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി നാം വ്യക്തമായി നന്ദിയോടെ സ്തുതിക്കുക, എന്റെ പാപത്തിൽ നിന്ന് ആ യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചു. ये वचन जब हम सुनते हैं हमारे मन के अंदर ये याद पक्का रखिए, मेरे पापों से प्रभु यीशु मसीह मुझे छुड़ाया. പാപം ദുഃഖമുളവാക്കുന്നതാണ്, അത് സന്തോഷത്തെ കെടുത്തിക്കളയുന്നതാണ്, അത് ശിക്ഷാവിധിക്ക് യോഗ്യമായതാണ്. ലോകത്തിൽ ഒന്നും നേടുവാൻ കഴിയാതെ ജീവിതം നിരാശയിൽ ആഴ്ത്തിക്കളയുന്ന ഏറ്റവും ശക്തിമത്തായ ആയുധമാണ് പാപം എന്നുള്ള കാര്യം നാം മറക്കരുത്. पाप का मतलब है दुख है, अंधकार है, हालेलुया, मुसीबतें हैं, हर एक दुनिया का हर एक को खो जाने की बात है. इसलिए सबसे बड़ा दुखपूर्ण अवस्था है, ये कभी आप पाप के बारे में भूले ना पाए. ആ ദുഃഖകരമായ നാശകരമായ ലോകത്തിൽ ഏറ്റവും സ്തോത്രം ഓരോ ജീവിതങ്ങളും സഹിക്കാൻ കഴിയാത്തതായ ആ ദണ്ഡന ജീവിതത്തിന്റെ നടുവിൽ നിന്നാണ് ദൈവം എന്നെ നിങ്ങളെയും രക്ഷിച്ചത്. इतनी बड़ी अंधकार अवस्था से जो सहन नहीं सकता था, इतनी बड़ा नरक का जीवन से हम एक एक लोगों को प्रभु रखना जरूरी है. ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളായിരുന്ന വിവിധ ഭാഷകളായിരിക്കുന്ന എന്നെ നിങ്ങളെയും അവിടെയുള്ള സമയാസമയങ്ങളിൽ രക്ഷിച്ച ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് എല്ലാവരും കരകളിട്ട് സ്തുതിച്ചാണ്. हालेलुया. हमारी भारत का अलग अलग राज्यों में रहने वाला हम लोगों को अलग अलग जगह में प्रभु ने एक हालेलुया उनकी वजन भेजकर हमको हालेलुया इकट्ठा किया, हालेलुया हमको बनाया, हमको बचाया. उस प्रभु यीशु मसीह को हम अपनी हाथ उठाकर एक बार धन्यवाद करेंगे. പ്രൈസ് ദി ലോർഡ്. हालेलुया. വായിച്ച വേദപാഠത്തിലേക്ക് മടങ്ങി വരട്ടെ. പാപികൾക്ക് രക്ഷ, രക്ഷ എന്നാൽ എന്ത് എന്നുള്ളത് നാം അല്പമൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യം. हालेलुया. एक वचन हम पढ़ेंगे वो जो पढ़ा है, हालेलुया, उसमें हम बताएं एक पापियों का रक्षा क्या है करके एक बार ध्यान करेंगे. രക്ഷ എന്നാൽ എന്ത്, उद्धार का मतलब क्या है. നാം അറിഞ്ഞിരിക്കേണ്ട ദൈവവചനപ്രകാരമുള്ള സത്യം അതായിരിക്കണം. അതിനൊരിക്കലും മാറ്റം വരുത്തുവാനും ജീവിതത്തിൽ ഇടയായി തീരുകയും വരുന്നത്. हालेलुया. उद्धार क्या है करके आपको अच्छी तरह से जानना जरूरी है, उसमें से आप कभी हटना नहीं चाहिए. ദൈവവചനം ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന് നമുക്കത് കാണാൻ കഴിയുന്നു. ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയ ആദ്യ മാതാപിതാക്കന്മാർ ദൈവപ്രതിയോഗിയായ പിശാചിന്റെ പ്രേരണയാൽ ദൈവത്തിന്റെ അനുസരണക്കേടാകുന്ന ദൈവ കൽപ്പന ലംഘിച്ച അനുസരണക്കേടെന്ന പാപത്തിന്റെ അടിമകളായി തീർന്നു. पहले प्रभु अपनी स्वरूप अपनी समानता में बनाया वो आदम और हव्वा को, हालेलुया, दुष्ट शैतान ने प्रेरणा देकर धोखेबाजी से हालेलुया प्रभु की आज्ञा का उल्लंघन करा के पाप का गुलाम बनाया. പാപം മാനവ കുടുംബത്തിൽ പ്രവേശിച്ചു. പാപം അവർ ചെയ്തതിന് ശേഷമാണ് അവർക്ക് തലമുറകൾ ജനിക്കുവാനിടയായി തീർന്ന സ്തോത്രം. पाप का जो शक्ति है उसका उनका परिवार में घुस गया. उसके बाद है हम देखे हैं
उनको पीढ़ी, उनको बच्चे लोग, उनका संतान जन्म हुआ। അങ്ങനെ അവരിൽ നിന്ന് ജനിച്ച അവരുടെ തലമുറയിൽ നിന്ന് ജനിച്ച സകല മാനവരാശിയും പാപത്തിന്റെ അടിമകളായി മാറുവാനിടയെ തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. हालेलुया, उनके हर एक पीढ़ी, हालेलुया, उनकी माता पिता की पाप की वजह से, हालेलुया, धरती पर पाप ही बन गया। പാപത്തിന് അടിമപ്പെട്ടു പോയ മനുഷ്യന് ആ പാപത്തിന് സ്വയമായി ഒരു രക്ഷ കണ്ടെത്തുവാൻ, ഒരു വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ വന്നു. സ്തോത്രം. हालेलुया, जो पाप का गुलाम बना हुआ मनुष्य को, पाप का कीचड़ में फंसा हुआ मनुष्य को उसमें से उतरने के लिए एक रास्ता वो नहीं बना पाया। ഇത് വ്യക്തമായി അറിയുന്ന സർവജ്ഞാനിയായ ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യരോട് കരുണ തോന്നി തന്റെ ഏകജാത പുത്രനായ യേശു ക്രിസ്തുവിനെ തന്റെ ദിവ്യത്വത്തിൽ ആമേ സ്തോത്രം കോട്ടം വരാതെ വണ്ണം മാനവരാശിയുടെ പാപത്തിന് പരിഹാരം ഒരുക്കുന്നതിന് വേണ്ടി മനുഷ്യവർഗത്തിൽ ഒരുവനായി ജനിപ്പിക്കുവാനിടയായി തീർന്നു. इसके बारे में अच्छी तरह से मनुष्य कुछ नहीं कर सकता करके जानने वाला सर्वशक्तिमान परमेश्वर अपने इकलौते पुत्र, हालेलुया, कोई भी खराब ना होते हुए धरती पर जन्म लेकर मानव के लिए पाप का छुटकारे का कारण बना दिया। സ്വർഗതലത്തിൽ വസിച്ച ദൈവത്തിന്റെ പുത്രൻ ഈ പാപലോകത്തിൽ പിറന്നു വീഴുവാനിടയെ തീർന്നു, എന്നെ നിങ്ങളെ പാപം പോക്കി രക്ഷിക്കുവാൻ. आप और हमको इस पाप की अंधकार से बचाने के लिए, हालेलुया, स्वर्गीय सिंहासन में विराजमान सर्वशक्तिमान परमेश्वर के इकलौते पुत्र यीशु मसीह ये पाप दुनिया में आकर जन्म हुआ। സ്തോത്രം. എങ്ങനെ ഈ പാപത്തിന്റെ ആ കഠിനത ആമേ സ്തോത്രം മാനവജാതിക്ക് അറിയപ്പെടാൻ കഴിയാതിരുന്ന അനുഭവത്തിൽ ആയിത്തീർന്നുവോ, അതിൽ നിന്ന് ആമേൻ ദൈവം ആമേൻ വിടുതലിന്റെ പാത തെളിയിച്ചു തരുവാനിടയെ തീർന്നു. किस तरीके से जो पाप से छुटकारा नहीं पा सकता था मनुष्य को परमेश्वर, हालेलुया, यीशु मसीह के द्वारा छुटकारा दिया। ഒരു കാര്യം വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുക, ദൈവവചനം പ്രത്യേകം പഠിക്കുമ്പോ പ്രത്യേകിച്ച് പാപത്തിന്റെ ഉത്ഭൂത അവസ്ഥകളിൽ ദൈവം പാപത്തോട് പ്രതികരിച്ചത് എങ്ങനെ, പാപത്തിന് മനുഷ്യനെ ആമേസ്തോട് അടിമപ്പെടുത്തുവാൻ ഇടയായിത്തീർന്ന പാമ്പിൽ പ്രവേശിച്ച സാത്താനോടും ആമെ പ്രവേശന അവസ്ഥ ഒരുക്കിയ പാമ്പിനോടും ആ പാമ്പിൽ പ്രവേശിച്ച സാത്താന്റെ പ്രേരണയാൽ പാപം ചെയ്ത ആദാമിനോടും അവ്വയോടും പാപത്തിന് ദൈവം എങ്ങനെ ശിക്ഷ ഒരുക്കുവാനിടയെ തീർന്നു എന്ന് ആ ഭാഗത്ത് നമുക്ക് വ്യക്തമായി കാണുവാനിടയെ തീർന്നു. उत्पत्ति की किताब में हम देख सकते जो पाप पर प्रवेश किया आदम और हव्वा, उनको पाप की ओर प्रेरणा दिया हुआ जो शाम के द्वारा जो आया शैतान का जो शक्ति, हालेलुया, उनको प्रभु ने किस तरीके से दंड दिया करके हम वहां अच्छी तरह से पढ़ सकता है। ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധയോടെ പഠിപ്പാനിടയായി തീരട്ടെ. हालेलुया, उत्पत्ति का किताब पर हम उसको अच्छे रीति से हम पढ़ सकता है। പാപത്തിന് 3 ഘട്ടമായി ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് വരുന്നു എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. पाप को 3 रीति से दंड भुगतना वहां से हम देख सकता है। ആദാമിനും അവ്വയ്ക്കും പാപത്തിന് നൽകിയ ശിക്ഷ അവരിൽ നിന്ന് ആമേ സ്തോത്രം ജനിക്കുന്ന സകല പാപികളായ മനുഷ്യരാശിക്കും ബാധകമായത് തന്നെ എന്നുള്ള സത്യം നാം മറക്കരുത്. आदम और हव्वा के द्वारा धरती पर आया हुआ पाप हर एक मानव कुल को एक दंड का, हालेलुया, कार्य है करके हम ആദാം അവ്വയും പാപം ചെയ്തപ്പോൾ ആദ്യം സംഭവിച്ചത്, आदम और हव्वा जब पाप किया उनको पहले बात क्या हुआ था? 3 ഘട്ടമായി പാപത്തിന്റെ ശിക്ഷ മനുഷ്യൻ അനുഭവിക്കുന്നതായിട്ട് വരുന്നു എന്നുള്ള സത്യത്തിന്റെ വെളിപ്പെടുത്തൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 3 बारी में मनुष्यों को ये पाप का दंड को भुगतना करके वहां हम पढ़ सकता है। ആദ്യ ഘട്ടം ആമേ അല്ലെങ്കിൽ തത്സമയ ശിക്ഷ എന്തായിരുന്നു? पहली शिक्षा क्या था वहां लिखा है, നാം അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു, പാപം ചെയ്ത ഉടനെ
ആദാമിലും അവയിലും ഭയം വീഴുവാനിടയായി തീർന്നു, ഭയം മൂടുവാനിടയായി തീർന്നു. जब पाप किया तुरंत आदम और हवा के ऊपर डर पैदा हुआ. അവർ ദൈവത്തെ ഭയപ്പെടുവാനും ദൈവസ്ഥാനത്ത് നിന്ന് ഒളിച്ചു മറയുവാനും ആണ് ഇടയായി തീർന്നു. वो परमेश्वर से डर गया और परमेश्वर की उपस्थिति से भाग गया. പാപം ദൈവത്തോട് അടുപ്പിക്കാതെ ഭയത്തോടെ ദൈവത്തിൽ നമ്മെ അകറ്റി കളയുന്ന ഒരു വൻ ശക്തിയാണ്. पाप का मतलब है आपको परमेश्वर को नजदीक न आने से परमेश्वर से बहुत दूर भगाने वाला एक सामर्थ्य है, ये ना भूलिएगा. ആ സമയം ഒരു കാര്യം വ്യക്തമാണ്, അവര് ആ 7-ാം വാക്യത്തിൽ നാം 7-ഉം 8-ഉം വാക്യങ്ങൾ നാം ശാന്തമായിട്ട് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, അവര് ആ സമയം വരെ അവരിരുവരും നഗ്നരെന്ന് അവരറിഞ്ഞിരുന്നില്ല. पाप जब तक वो लोग नहीं करते थे तब तक वो लोगों को ये जानकारी नहीं था ये लोग नंगा है करके. കാരണം മേഘം ധരിക്കുന്ന പ്രകാശം മേഘം എന്ന വണ്ണം അവനെ ധരിക്കുന്ന അവസ്ഥയിൽ അവർ ദൈവത്തിന്റെ തേജസ്സാൽ മൂടപ്പെട്ടവരായിരുന്നു പാപം ചെയ്യുന്ന സമയം വരെ. बादल की जैसा सफेद बादल की तरह प्रभु की तेज प्रभु की महिमा से वो लोग पहने हुए थे. പാപം ചെയ്തപ്പോൾ ആ ദൈവ തേജസ് അവർക്ക് നഷ്ടപ്പെടുവാനിടയെ തീർന്നുകൊണ്ടാണ് ഇവിടെ ശരീരം ഉള്ളതുപോലെ കണ്ട് അവരെ നഗ്നരെന്ന് മനസ്സിലാക്കുവാനിടയെ തീർന്നു. जैसे पाप किया तो उनकी जो प्रभु की तेज है प्रभु की जो महिमा है उनका जीवन से खो गया, तब उनको पता चला हालेलुया हम नंगा है करके. അടുത്തതായി അവർ ചെയ്തത്, തത്സമയമായിട്ട് അവർ ചെയ്തത്, ആമേസ്തോന്ന് അവർ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ ആഗ്രഹിച്ചു. നഗ്നരെന്ന് കണ്ടപ്പോൾ അത്തിയുടെ ഇല കൂട്ടി തുണി അവരുടെ നഗ്നത മറയ്ക്കുവാൻ ശ്രമിച്ചു. हालेलुया. वहां हम देख सकता है हालेलुया मनुष्य जैसे पाप किया तो हालेलुया उनको वो लोग नंगा है करके पता चला, तब उन्होंने अंजीर के पत्तों को जोड़ जोड़ कर लंगोट बना लिया. എന്നാൽ ആ അത്തിയിലകൾ പെട്ടെന്ന് ഉണങ്ങിപ്പോവാനിടയെ തീർന്നു. അത് മനസ്സിലാക്കി തരുന്ന ഒരു സത്യം, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പാപത്തെ മറയ്ക്കുവാൻ പാപത്തെ പോക്കുവാൻ എന്ത് വഴി ഒരുക്കിയാലും അതൊക്കെ വ്യർത്ഥമെന്നേ വരികയുള്ളൂ. वहां हम देख सकते हैं अंजीर की पत्ते से उन्होंने नंगापन को छुपाया, लेकिन वो थोड़ी देर के बाद जो अंजीर की पत्ते सूख गया उनको पता चला इससे हमारी नंगापन मिटा नहीं सकता. इसका मतलब है मनुष्य पाप को छुपाने के लिए धरती का कुछ भी क्लेश मनुष्य की बुद्धि से करो वो सफल नहीं होगा. അതിന്റെ ഒടുവിൽ ആ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം തോലുകൊണ്ട് ഒരു അരയാടെ ഉണ്ടാക്കി മനുഷ്യനെ ഉടിപ്പിച്ച് അവന്റെ പാപത്തിലെ നഗ്നത മറയ്ക്കുവാനിടയായി തീർന്നതായി. हालेलुया. वहां हम देख सकता है यहोवा परमेश्वर ने आदम और उसकी पत्नी के लिए चमड़े का अंगरखे बनाकर उनको पहना दिया करके हम देख सकते हैं. ഇങ്ങനെ മനുഷ്യന്റെ എത്ര ബുദ്ധിപൂർവമായ പ്രവർത്തനം കൊണ്ടും മറയ്ക്കുവാനോ മായ്ക്കുവാനോ ആണ് നഷ്ടപ്പെടുന്നതിനെ തിരികെ പ്രാപിക്കുവാനോ ദൈവത്തിലേക്ക് അടുത്തു വരുവാനോ സത്യമാകാത്തതിൽ ദൈവത്തെ മനുഷ്യനെ എന്തെങ്കിലും അകറ്റുന്ന ഒരു വലിയ ശക്തിയാണ് പാപമെന്ന് അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയണം. हम अच्छी तरह से जानना जरूरी है, पाप मनुष्य को परमेश्वर की चरणों से दूर करने वाला, पाप के वजह पाप को नहीं जरूरी है. പാപത്തിന്റെ ആമത്തോത്രം അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയാതെ വന്നപ്പോ അവർ പാപം ചെയ്തപ്പോൾ തത്സമയം അവര് ശിക്ഷിക്കപ്പെട്ടതിന്റെ വ്യക്തതയാണ് പ്രാരംഭ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. हम देखे हैं वो लोग जैसे पाप किया तुरंत वो लोगों को जो शिक्षा मिला दंड मिला है वहां हम पढ़ सकते हैं. എന്നായി അടുത്ത ഘട്ടമായി ദൈവം ആമെ ആദാമിനെ വിളിക്കുന്നു, ആമെ സർപ്പത്തെ സാത്താനെ വിളിക്കുന്നു,
അവർക്കെല്ലാം പാപത്തിന്റെ അനുസരണക്കേടിന്റെ പാപത്തിന്റെ ശിക്ഷ ഓരോരുത്തർക്കായി കൊടുക്കുന്ന ഭാഗങ്ങൾ നമുക്ക് തുറന്നു വായിക്കാൻ കഴിയുന്നു. उसके आगे हम पढ़ सकते हैं दूसरी बार आदम और हवा और सांब को प्रभु किस किस के दंड देकर उनको हालेलुया क्या क्या उनके साथ प्रभु करता है हम देख सकते हैं. നമുക്ക് മനുഷ്യചരിത്രം ആദാമിലൂടെ അവരുടെ മനുഷ്യൻ ദൈവം നിശ്ചയിച്ച ആ ശിക്ഷാവിധിയുടെ രണ്ടാം ഘട്ടം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. हालेलुया मनुष्यों का पाप का दंड क्या है करके वहां हम उनका पहली जगह ദൈവം ആദാമിനെ ഹവ്വയെ വിളിക്കുന്നു. परमेश्वर आदम और हव्वा को पुकारता है. ആ ഹവ്വയ്ക്കും ആദാമിനും ദൈവം ശിക്ഷ കൽപ്പിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ വ്യക്തമായ ആ സ്തോത്രം ഭാഗത്ത് നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. 15-ാം വാക്യം 16-ാം വാക്യം വായിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ദൈവം ആമേ സ്തോത്രം ആദാമിന് ആദ്യം ഹവ്വയ്ക്ക് ആദ്യം ശിക്ഷ കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. वहां उत्पत्ति का 3रा अध्याय 15 से हम पढ़ सकता है परमेश्वर स्त्री को पहला दंड देता है. തമ്മിൽ ഐക്യതയോടെ സന്തോഷ സമരീതിയിൽ ജീവിക്കുവാൻ ദൈവം നിർമ്മിച്ചു. ആമേ സ്വന്തം പുറത്തൊരുക്കി എടുത്തു. ആമൻ വിവാഹത്തോടെ കൂട്ടിച്ചേർത്ത ആദാം ഹവ്വ ദമ്പതിമാർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷ ആദ്യത്തേത് ആമേ സ്വന്തം വേദനയോടെ മക്കളെ ഹവ്വായ്ക്ക് കൊടുക്കുന്ന ശിക്ഷ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഭർത്താവ് ആമൻ നിന്നെ ഭരിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും. ദൈവത്തിനുള്ള ആ മാനസിക നിലവാരം മാറ്റപ്പെടുവാനിടയായി തീരും. ആമൻ രണ്ടാം ഘട്ടത്തില് ആമൻ അടുത്തതായിട്ട് ഭർത്താവിനെ പൂർണ്ണമായി കീഴ്പ്പെട്ട് അനുസരിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല കഷ്ടവും വേദനയും ഒരു തലമുറകളെ ലഭ്യമാകുന്നതിലൂടെ പോലും പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം ഗർഭം വരെയും പ്രസവം വരെയും കഷ്ടപൂരിതമാകുവാനിടയായി തീരും. वहां स्त्री को आदम हव्वा को बताता है कि मैं तेरी पीढ़ी और तेरी गर्भवती होने के दुख को बहुत बढ़ाऊंगा. तू पीड़ित होकर बालक उत्पन्न करेगी और तेरी लालसा तेरी पति की ओर होगी और वह तुझ पर प्रभुता करेगा. इस तरीके से बहुत बड़ा ആദാമിന് കൊടുക്കുന്ന വിഷയം നമുക്കിവിടെ അതിന്റെ അടുത്ത വാക്യത്തിൽ 16-17 വാക്യങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു സ്തോത്രം ഹവ്വായെ ശത്രു ഒരുക്കിയ ആ കെണി മുഖാന്തരം സ്വരം ഹവ്വ ആദ്യമേ പാപിയായി തീർന്നു. അതിനുശേഷം ആ വൃക്ഷഫലം കൊണ്ടുപോയി ആദാമിനെ നിർബന്ധിതമായി തീറ്റുവാനിടയായി തീരനമത്തം അരുത് എന്നുള്ളത് ദൈവകൽപ്പനയായിട്ട് അറിവുള്ളവനായ ആദാം ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാതിരുന്നു കൊണ്ട് അറിഞ്ഞുകൊണ്ട് അനുസരണക്കേടുന്ന പാപം ചെയ്യുവാനിടയായി തീർന്നു. അതുകൊണ്ട് ആദാമും പാപിയായി തീർന്നു. वहां हम देख सकते हैं उसका 17 वचन में हालेलुया हव्वा ने जैसे पाप किया हालेलुया उसी पाप को हालेलुया उन्होंने आदम को भी कराया. जब उनको बहुत बड़ा दुख है. ആദാമിനോട് ദൈവം കൊടുക്കുന്ന ശിക്ഷ നീ ഭാര്യയുടെ വാക്ക് അനുസരിച്ചത് കൊണ്ട് ദൈവം പറഞ്ഞ വാക്ക് അനുസരിക്കാതെ കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. हालेलुया आदम को बताता है कि तूने अपनी पत्नी की बात सुनी और जिस वृक्ष के फल के विषय में मैंने तुझे आज्ञा दी थी कि तू उसने ना खाना उसको तूने खाया इसलिए भूमि तेरी कारण शापित है. तू उपजीवन भर दुख के साथ खाया करेगा. കഷ്ടതയോടെ നീ അഹോവൃത്തി കഴിക്കും. कष्ट के साथ तुम जीवन उपजीवन करेगा. മുള്ളും പറക്കാലയും ഈ ഭൂമിയിൽ മുളയ്ക്കുവാനിടയായി തീരും. हालेलुया वहां लिखा है हालेलुया तुम्हारी ये जमीन में हालेलुया कांटे और ऊंटारे आएगी. വയലിലെ സസ്യം നിനക്ക് ആഹാരമായിരിക്കും. हालेलुया और लिखा है तू खेत की उपज से खाएगा. നിലത്തുനിന്ന് നിന്നെ എടുത്തു നിലത്തിലേക്ക് നീ മടങ്ങി ചെന്നാൽ മരണശിക്ഷ
മനുഷ്യനെ ദൈവം നിയമിച്ചു. और अपने माथे के पसीने से की रोटी खाया करेगा और अंत में मिट्टी में मिल जाएगा, क्योंकि तू उसी से निकाला गया है. ഇങ്ങനെ രണ്ടാം ഘട്ടമായി ദൈവം പാപത്തിന്മേൽ കൽപ്പിച്ച കൽപ്പന ഈ ആയുസ് മുഴുവനും മനുഷ്യൻ സഹിക്കേണ്ടതായിട്ട് വരുന്നു. हालेलुया. ये जो आज्ञा मानव को ये पूरी आयु हालेलुया पालन करना पड़ रहा है. അടുത്തതായിട്ട് മൂന്നാമത്തെ ഭാഗം, മനുഷ്യൻ മരിക്കുന്നുവെങ്കിലും മരണം ഒരു വേർപെടൽ മാത്രമാണ്. ആത്മാവിന് മരണമില്ല. ശരീരത്തിൽ നിന്നുള്ള വേർപെടുത്തൽ മാത്രമാണ്, ഈ ഭൂമിയിൽ നിന്നുള്ള വേർപെടുത്തൽ മാത്രമാണ് മരണമെന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. तीसरी बात वहां लिखा है, मृत्यु के द्वारा मनुष्य कभी हमेशा के लिए नहीं मरता, ये धरती से उनको हटा रहा है, बस यही है. പാപത്തിന് പരിഹാരം പ്രാപിച്ച് പാപത്തിൽ രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ ആമെ പാപ അവസ്ഥയിൽ മരണത്തിന് കീഴ്പ്പെടുവാനിടയെ തീർന്നാൽ ആമെ ആത്മാവിന് മരണമില്ല. അതൊരു നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് വരുന്ന സമയം ദൈവം നിയമിച്ചിട്ടുണ്ട്. हालेलुया. वहां हम देख सकता है, हालेलुया, आत्मा कभी नहीं मरता. एक दिन ये मनुष्य जी उठने का है, उसी के लिए बनाया हुआ है. അതുകൊണ്ട് ആമെ നിത്യശിക്ഷാവിധിയിലേക്ക് ആമെ മനുഷ്യനെ ദൈവം നിത്യശിക്ഷ വിധിച്ച് തള്ളിക്കളയുന്ന ഒരു മൂന്നാം ഘട്ടം മരണാനന്തര ജീവിതത്തിലൂടെ ഉണ്ട് എന്നൊരു സത്യം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. हालेलुया. एक तीसरी हालेलुया रीति मनुष्यों के लिए है करके परमेश्वर का वचन हमको शिक्षा देता है. അങ്ങനെയെങ്കിൽ ആ ശിക്ഷാവിധിയിൽ നിന്ന് നിത്യശിക്ഷാവിധിയിൽ നിന്ന് വിടുതല പ്രാപിക്കാനുള്ള ആ രക്ഷാ മാർഗം ആമേസ്തോര ഈ ജീവനോടെ ഇരിക്കുന്ന നാളിൽ തന്നെ ഓരോ മനുഷ്യന് കണ്ടെത്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. हालेलुया. हमेशा के अनंत काल का दंड के अंदर से हालेलुया मनुष्यों को जाना है, इसलिए मनुष्य का काम है हालेलुया इस जीवन में रहते वक्त उस महादंड के अंदर से बचने के लिए कोशिश करना. പാപമോചനം പ്രാപിക്കാതെ മരണത്തിന് കീഴ്പ്പെടുന്ന ഏത് മനുഷ്യനും പാപത്തിലുള്ള നിത്യശിക്ഷാവിധിയായി നിത്യ നരകത്തിലെ ആമേസ്തോത്രമായ ശിക്ഷ വഹിക്കേണ്ടതായിട്ട് വരും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. परमेश्वर का वचन हमको ये बड़ा शिक्षा देता है, अगर हम इस मनुष्य आयु में रहने के समय पाप की छुटकारा अगर नहीं पाएगा तो अनंत काल का जीवन का हालेलुया दंड हालेलुया पाना पड़ेगा करके वचन हमको शिक्षा देता है. അങ്ങനെയെങ്കിൽ നരകശിക്ഷയുടെ യാഥാർത്ഥ്യ വശങ്ങൾ ഏതെല്ലാമെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് ദൈവത്തിൽ കാണുവാനിടയിൽ തീർന്നാൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം മുതൽ അതിന്റെ 49-ാം വാക്യം വരെ നമുക്ക് വായിക്കാനായി തീർന്ന ചുരുക്കത്തിൽ ഞാൻ ആ ഭാഗങ്ങളെന്ന് പറയാം. हालेलुया. मत्ती सुसमाचार 9:42 से हम नीचे को पाप की दंड कितना भयंकर है करके लिखा है. എത്ര പറഞ്ഞ മത്തായി 9-ന്റെ മർക്കോസ് 9:42 മുതൽ 49 വരെ. मरकर सुसमाचार 9:42 से नीचे को हम पढ़ सकता है. അവിടെ നാം നരകത്തിന്റെ സ്വഭാവഗതി അവിടെ നമുക്ക് കണക്കഴിയുന്നു. ആമേ തീയും ഗന്ധവും കത്തുന്ന ഇടം. हालेलुया. वहां हम देख सकता है हालेलुया आग और गंधक हालेलुया जलने वाला जगह बुझने वाला जगह है, वहां लिखा है. അത്രേ കാഠിന്യമേറിയ ചൂടേറിയ ആ നരകത്തിലും ചാകാത്ത പുഴുവും കെടാത്ത തീയും ഗന്ധക പൊയ്കയും ഒന്നേറുന്നൊരുക്കുന്ന ആ ശിക്ഷാവിധിയിലെ കഠിനത മനുഷ്യബുദ്ധിക്ക് ചിന്തിപ്പാൻ കഴിയാത്തത്ര നിലവാരത്തിൽ അത് അത്രത്തോളം കഠിനമാണ്. അത് ദൈവവചനം ഉള്ളതുപോലെ വെളിപ്പെടുത്തി കാണിക്കുന്നു. वहां न मरने वाला कीड़ा और न बुझने वाला आग मनुष्यों को जीवन में कभी सोच नहीं सकता. ये हालेलुया वो कभी भी हालेलुया इसका इमेजिन नहीं कर सकता, हालेलुया रूप कल्पना नहीं कर सकता. इस तरीके से हालेलुया नरक इतनी कठिन है करके वहां हमको दिखाता है. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം
ആമ രക്ഷിക്കപ്പെട്ടവർ എപ്പോഴും പൗലോസിനെ പോലെ ബോധ്യമുള്ളവരായിരിക്കണം, തിമോഥെയോസിനെ പോലെ വചനപ്രകാരം അറിവുള്ളവരായിരിക്കണം. ആ പാപികളിൽ ഞാൻ ഒന്നാമനായവനായിരുന്നു. हालेलुया। जो उद्धार पाया हुआ लोग आज रात को पक्का याद कीजिएगा, इतनी कठिनावस्था में पापियों में नम पहला स्थान में था, उस जगह से प्रभु ने हमको बचा जीवन എന്നാൽ ഇത്ര വലിയ പാപത്തിൽ നിന്നും അതിന്റെ 3 അവസ്ഥയുള്ള ശിക്ഷാവിധിയിൽ നിന്നും അവന് വിടുതൽ നൽകുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് എന്നെ രക്ഷിച്ചു. കൃപയാൽ ദാനമായി രക്ഷമായിട്ടാൻ ദൈവം എന്നെ സഹായിച്ചു എന്ന് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവക്കളും ദൈവത്തിനായിട്ട് കരങ്ങളിലൂടെ സ്തുതിച്ചു പറഞ്ഞാൽ हालेलुया। हर एक लोग अपनी हाथ उठाकर प्रभु को धन्यवाद करते ये बोलिए, स्वर्गीय पिता, मेरा जीवन में हालेलुया बहुत बड़ा कठिनाई में नरक की यातना से प्रभु जी तूने मुझे बचाया, मेरे को प्रभु जी तूने अवसर दिया ये अनंतकाल का जीवन के लिए। पिताजी मैं आपको धन्यवाद करता हूँ। हर एक लोग अपनी हाथ उठाकर प्रभु को धन्यवाद कीजिए। അതുകൊണ്ട് സ്തോത്രം, ഈ പാപത്തിന്റെ ആഴത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവത്തിനാം യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ വിട്ട്, ആ ദൈവസ്നേഹത്തിന്റെ കൂട്ടായ്മ വിട്ട് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ആമേശ്വരമല്ലേ എനിക്ക് അവൻ അതിലൊന്നും ഇനി മുഴുകിപ്പോകാനിടയ തീരരുത്. ഒരു ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനിടയ തീരണനായി മുഴുവൻ ഇടയാകണം എന്ന് ആത്മാർത്ഥമായി എല്ലാവരും ഉറച്ച തീരുമാനമെടുത്താണ്. हालेलुया। हर एक लोग अच्छे से हालेलुया आज प्रभु के चरणों में शब्द ले, प्रभु दी इतनी बड़ी कठिनाई से, इतनी बड़ा दंड से तूने मेरे जीवन को बचाया, मेरे जीवन भर आखिरी श्वास तक मैं आपके बना रहूंगा, कभी मैं पीछे नहीं हटूंगा। एक बार आपके चरणों में आज फैसला कीजिए। സമയം നമ്മളുടെ തീരുവാൻ പോകുന്നല്ലെങ്കിലും 2 വാക്യങ്ങൾ മാത്രം ഉദ്ധരിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. പാപത്തിൽ രക്ഷ പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന ക്രിസ്തുയേശുവിൽ ദൈവമായ ജീവിതം നയിക്കുന്ന ജീവിതങ്ങളാണ് ദൈവമക്കളായി നാം ഏവരും എന്നുള്ള ആ സത്യം ഒരിക്കലും മറക്കരുത്. पाप से छुटकारा पाकर हालेलुया धरती पर प्रभु की महिमा के लिए जीवन बिताने के लिए और हालेलुया थोड़ा बहुत कष्टकर हो जाए फिर भी बने रहकर प्रभु की विश्वास में बने रहकर हालेलुया अनंतकाल का जीवन प्राप्त करने तक अपने आप को बचा कर रखने वाला लोग है हम है करके कभी भूलने न पाए। അവൻ ഇന്ന് രാത്രികാലം രക്ഷിക്കപ്പെട്ട ദൈവത്തിലെ ദൈവവചന പ്രകാരം നീ ആരാണ്, ആരുടെ സ്വരമല്ലേ കൂട്ടാളികളാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും മറന്നു ജീവിക്കുവാനിടയെ തീരരുത്. हे प्रभु की लोगों, जो उद्धार पाया हुआ लोगों, आप कभी भूलने न पाए आप किसकी संग लोग है। हालेलुया। परमेश्वर की वचन के अंदर जीवित प्रभु की महिमा करने वाला लोग है करके हमेशा याद रखिएगा। എഫെസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, एफेसियों का पत्री 2 अध्याय उसका 19 वचन इस प्रकार कहता है, ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, സ്തോത്രം, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. इसलिए तुम अब विदेशी और मुसाफिर नहीं रहे परंतु पवित्र लोगों की संगी स्वदेशी और അങ്ങനെയെങ്കിൽ വ്യക്തമായ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം കൂടെ വ്യക്തമായി മനസ്സിലായി അതിൻ പ്രകാരം നാം വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിക്കേണ്ടവർ കൂടിയാണ്. हालेलुया। हम परमेश्वर की वचन के अनुसार धीरज के साथ स्थिरता के साथ जीवन बिताना जरूरी है। ഫിലിപ്പിയർ 2:20 നാം ഇങ്ങനെ വായിക്കുന്നു, फिलिपियों का पत्री 2:20 में हम इस तरीके से पढ़ते हैं, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. हालेलुया। हमारी नागरिकता स्वर्ग में है, वहां से प्रभु यीशु मसीह हमको ले जाने के लिए आने वाला करके हम इंतजार ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ദൈവപ്രകാരം ഉറച്ചു വിശ്വസിച്ച് നമ്മുടെ ആത്മീയവും രക്ഷാമാർഗവും
ആമൻ വിശ്വസ്തയോടെ നയിപ്പാൻ നമുക്ക് ദൈവകൃപ നൽകട്ടെ. ये दुनिया में हमको कठिनाई जरूर है, लेकिन प्रभु के वचन में स्थिर रहकर, प्रभु के वचन के अनुसार अपना जीवन बिताकर, एक अच्छे सौभाग्य होकर हालेलुया प्रभु के साथ जीवन बिताने के लिए प्रभु हमको सहायता करे. ദൈവത്തിൽ നീ ഏകയായി ഏകനെന്ന് തോന്നിയേക്കാം. ആരും സഹായമില്ലെന്ന് വരാം. എല്ലാരും തന്നെ തള്ളിക്കളഞ്ഞു വരാം. ഒരു കാര്യം മറക്കരുത്, ദൈവപ്രകാരം ജീവിച്ച കോടാനുകോടി വിശുദ്ധന്മാർ ആമൻ നമുക്ക് വേണ്ടി സ്വർഗതലങ്ങളില് ആമൻ ഒരു നാൾ കാണുവാനിടയെ തീരുമെന്നുള്ള സത്യം മറക്കരുത്. हालेलुया. ये धरती पर आपको जरूर मुश्किल परिस्थितियों का सामना करना है, लेकिन ये हर एक कष्टों को मुसीबत को सामना किया हुआ करोड़ों करोड़ों पवित्र लोग स्वर्ग में हमारी इंतजार कर रहा है. हम उनके साथ प्रभु के संग रहेंगे, ये भूलना ना पाए. ഒരു നാൾ ഞാൻ ആ വിശുദ്ധന്മാരിൽ ഒരുവനായി ചേരും. ദൈവത്തിന്റെ ഭവനത്തില് നിത്യയുഗം മുഴുവനും വാഴുവാൻ ദൈവം സ്വർഗതലങ്ങളിലേക്ക് എന്നെ ചേർക്കുവാൻ തന്റെ പുത്രനെ താമസമെന്നെ അയക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ പ്രത്യാശയിൽ പാപങ്ങളോട് വിട പറഞ്ഞ് നമുക്ക് ജീവൻ നയിപ്പാനിടയെ തീരട്ടെ. സ്തോത്രം. वो ले जाने के लिए एक दिन प्रभु यीशु मसीह जरूर बादलों में आएंगे. हम उन प्रभु का पवित्र लोगों के साथ करोड़ों 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 साल नित्य काल अनंत काल प्रभु परमेश्वर के संग हालेलुया वहीं रहेंगे करके अपना जीवन में कभी पाप न करते हुए परमेश्वर के संग प्रभु के समर्पण ഈ നിത്യജീവൻ ദാനമായി നൽകിയ ദൈവത്തെ പുത്രനെയും രക്ഷാമാർഗമായ പരിശുദ്ധാത്മാവിനെയും അനുസരിച്ച് വചനപ്രകാരം ജീവിപ്പാൻ ആമേൻ നമുക്ക് ഏവർക്കും ഇടയെ തീരട്ടെ. ഒരു നാൾ ആ സ്വർഗതലങ്ങളിൽ നിത്യയുടെ തീരത്ത് മുഖതാവിൽ കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏറെ നമുക്ക് ഉറച്ച് വിശ്വസിച്ച് ഇന്ന് രാത്രികാലം വിശ്വാസവും ദൈവത്തിന് മഹത്വം കരേറ്റി ആത്മീയത്തെ ഉറപ്പിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. परमेश्वर की पवित्र वचन में बने रहकर एक दिन हालेलुया प्रभु यीशु मसीह के साथ अनंत काल का जीवन में हालेलुया उतरा हालेलुया वो जगह में प्रभु यीशु मसीह के संग पवित्र लोगों का संग में रहकर प्रभु की हालेलुया वचन को हालेलुया प्रभु के संग हम हालेलुया स्वर्गीय दूतगणों के संग नाच गाना करके वहां हम हमेशा रहेंगे करके ये इसलिए हम अपने आप को प्रभु के चरणों में एक बार और समर्पण करें. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. एक वचन प्रार्थना करके समाप्त करेंगे. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. मैं आपके लिए प्रार्थना करता हूँ. സർവശക്തനായ ദൈവമേ, സ്വർഗപിതാവേ, ഏകയാത പുത്രനെ ഞങ്ങളുടെ പാപത്തിന് ഞങ്ങളുടെ രക്ഷകനായി അയച്ചു തന്ന ദൈവസ്നേഹത്തിനായി ഞങ്ങൾ ഇന്ന് രാത്രികാലം വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ആ പുത്രൻ മഹാന്തരം ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ ഭാരതത്തിന്റെ വിവിധ കോണുകളായിരുന്ന ഏവരെയും ഞങ്ങൾ ഈ കുടിവരനെയും എല്ലാവരെയും ദൈവം വിടിവിച്ചതോർത്ത് രക്ഷിതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രത്തെ അനുഗ്രഹിച്ചാൽ രോഗികളെ സൗഖ്യമാക്കിയാട്ടെ. ആമേ സ്തോത്രം ദുരാത്മതിയോട് വിട്ടുമാറിയാട്ടെ. അനേക പൂരകളെ സ്വർഗം ശാസിച്ചാട്ടെ. ദാസനെ കുടുംബത്തെ ശക്തമായി ദൈവം കൃപയിലൊന്ന് പൊതിഞ്ഞാട്ടെ. ആ ശക്തിയെ ശുശ്രൂഷയ്ക്കായി പൂർണ്ണമാധികാരപ്പെടുത്തിയാട്ടെ. ആമയുടെ പ്രാർത്ഥന സ്തോത്രം മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് സ്വർഗപിതാവേ ആമേൻ. ഇത്രത്തോളം അവസരം നൽകിയ ദൈവദാസനും ക്ഷമയോടും ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി വചനമായിരുന്ന ദൈവജനത്തിനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും ധരിക്കുന്നു. കർത്താവിന്റെ വരവിൻ നാളിൽ മധ്യാകാശത്തിൽ വെച്ച് കാണാമെന്ന പ്രത്യാശയോടുകൂടി വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. अवसर दिया कलीसिया को धन्यवाद करते प्रभु यीशु मसीह का आगमन में हर एक लोग हालेलुया बादलों में हम सब एक साथ मिलेंगे करके उस आशा के साथ वचन को समाप्त करता हूं. प्रभु सबको आशीष दे. താങ്ക് യു പാസ്റ്ററെ. ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ വചനത്തെ ഞങ്ങൾക്ക് നൽകി തന്നതിനായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസന്റെ വേലയും ഹല്ലേലൂയ മാമയും കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അവസരം കിട്ടുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിലിരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു.